അറിയാലോ, ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പൊ 6ാം ക്ലാസ് വരെ മദ്രസ വിദ്യാഭ്യാസം നേടിയ ഒരു ബിഗ് ബോസ് താരം, ഞാൻ ആ പരിപാടി കാണാറില്ല കേട്ടോ. അപ്പൊ അവള് മദ്രസയിലെ ഉസ്താദന്മാർ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു എന്നാ പറഞ്ഞത്. പൊന്നുമോളെ, എക്കർ ബിസ്മി റബ്ബിക്കല്ലതി അലക്ക് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. മോൾ അത് 3ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പോകണം. 3ാം ക്ലാസ് വരെ പോയപ്പോൾ അതിന്റെ അർത്ഥം കൂടെ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. തള്ളയും തന്തയും ഉണ്ടായാൽ പോരാ, അതെ എന്താണ് അവരെന്താണെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ മാഹാത്മ്യം മനസ്സിലാവുന്നത്. അപ്പൊ മോൾ ഉണ്ടായ ഒരു ചരിത്രമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്, ഒരു തെളിവാണ് പറഞ്ഞേക്കുന്നത്. പൊന്നുമോളെ, നീ അത് പഠിക്കുക. കാരണം അതിനകത്ത് ഒരു ആയത്തെടുത്ത് വെച്ച് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്, ഗർഭാശയത്തിൽ അള്ളിപ്പിടിക്കുന്നവാന്ന്. ബിഗ് ബോസിലെ വലിയ താരമൊക്കെ ആയിരിക്കും, പക്ഷെ മോക്കിന്റെ അർത്ഥം പിടിയിട്ടാതാണ് മോളെ കുഴപ്പമായത്. ഗർഭാശയത്തിൽ അള്ളിപ്പിടിക്കുന്ന, അതായത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ അള്ളിപ്പിടിക്കുന്നതാ. എന്തു അള്ളിപ്പിടിക്കുന്നത്? നീയാ അള്ളിപ്പിടിച്ചേക്കുന്നത്. എങ്ങനെയാണ്? കാരണം നിന്റെ അച്ഛന്റെ അല്ലെങ്കിൽ നിന്റെ പിതാവിന്റെ മുതുകലിൽ നിന്ന് വരുന്ന ബീജത്തുള്ളി നിന്റെ അമ്മയുടെ പാത്രവുമായി അള്ളിപ്പിടിച്ച് ഒരു മാംസപിണ്ഡമായി ആരും കണ്ടാൽ അറയ്ക്കപ്പെടുന്ന ഒരു വസ്തുവായ നിന്നെ ഈ കോലത്തിലേക്ക് സൃഷ്ടിച്ചവൻ ആരാണ്? അവനാണ് ദൈവം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? ആ ഗർഭാശയത്തിൽ രക്തപിണ്ഡമായി കിടന്ന ഒരു മാംസപിണ്ഡമായി, അതിനുശേഷം നിനക്ക് എല്ലും മുള്ളും ഒക്കെ തന്നു, നിനക്ക് ഭംഗിയായ കണ്ണുകൾ തന്നു. ഈ കണ്ണിന്റെ ഭാഗത്ത് 2 കുഴിയായിരുന്നെങ്കിലോ? പൊന്നുമോളെ, നീ അത് ചിന്തിക്കുക. അതിനുശേഷം നീ 10 മാസം കഴിഞ്ഞ് നീ ജനിച്ചു, ഈ ഭൂമിയിലോട്ട് വീണു. ഒരു ദിവസം മോളൊന്ന് ചിന്തിക്കേണ്ടത്, ബിഗ് ബോസിലെ വലിയ താരമേ നിന്റെ അടുത്ത് പറയാണ്, നിനക്ക് മദ്രസ എത്ര അറപ്പായെങ്കിൽ ഞാൻ പറയട്ടെ, ഭൂമിയിൽ ജനിച്ച് വീണ അന്ന് മുതൽ, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ശ്വസനം എന്ന് പറയുന്നത് നിനക്കും എനിക്കും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല മോളെ. അപ്പോൾ 1800 രൂപയാണ് ഒരു സിലിണ്ടറിന് ഒരു ദിവസം നമുക്ക് ശ്വസിക്കാൻ ദൈവം തന്നിരിക്കുന്നത്. അത് നിന്റെ സർക്കാരോ നിന്റെ തള്ളയോ തന്തയോ നിന്റെ ശാസ്ത്രമോ അല്ലെങ്കിൽ നിന്റെ ബിഗ് ബോസിലെ മറ്റവന്മാരൊന്നും തന്നതല്ല. ദൈവം ഫ്രീ ആയിട്ട് തന്ന ഈ ഓക്സിജൻ 1800 രൂപ വീതം അന്ന് മുതൽ നീ പറയുന്ന നിമിഷം വരെ നീ ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ലടയ്ക്കാൻ നിന്റെ തന്തയെ കൊണ്ടോ അല്ലെങ്കിൽ നിന്നെ കൊണ്ടോ ആംബിയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്നെ ബിഗ് ബോസിനെ കൊണ്ട് തന്നെ ആംബിയർ ഉണ്ടെങ്കിൽ നീ കൊണസാരം അടിച്ചാൽ മതി. അതല്ലാതെ പഠിക്കാത്ത സാധനമായിട്ട് വന്ന് നിനക്ക് വ്യക്തിപരമായ തുണി കൊടുക്കാതെ പോകാം, നിനക്ക് നിസ്കരിക്കേണ്ട, നീ എങ്ങനെ വേണമെങ്കിലും നടന്നു. ഇവിടെ ഇസ്ലാമിനോ അല്ലെങ്കിൽ പടച്ചോനോ ഒരു പുല്ലുമില്ല. നീയൊക്കെ അങ്ങനെ തന്നെ പോകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാര്യം എന്താ പറയുക, നിന്നെപ്പോലുള്ള സാധനമൊക്കെ ഇസ്ലാമിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ദോഷമാണ്. ഈ സമൂഹത്തിന് തന്നെ നിലനിൽപ്പില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് മോള് ഇതേപോലെ ഒരുപാട് സെലിബ്രിറ്റികൾ എൻജോയ് ചെയ്ത് വന്നിട്ടുണ്ട്. മൈക്കിൾ ജാക്സൺ, അതിനെപ്പോലെ പോപ്പ് രാജാവായിട്ടുള്ള ടീമൊന്നും അല്ലല്ലോ മോള്. അപ്പോൾ അവരൊക്കെ അവസാനം പീഡന കേസിൽ അകത്തായിട്ട് ലാസ്റ്റ് ഇസ്ലാം മതം സ്വീകരിച്ചാൽ മരണപ്പെട്ടത്. കമല സുരയ്യ വലിയ സാഹിത്യകാരി എഴുത്തുകാരിയൊക്കെ ആയിരുന്നു, അവരുടെ അവസ്ഥ. പിന്നെ ദാദാ സാഹിബിലെ ഒരു കുട്ടി ആതിര, അവൾ നിന്ന് കാറ്ററിംഗ് സർവീസ് ചെയ്ത് ജീവിക്കുകയാണ്. കുറച്ചാളൊക്കെ പൊക്കാനും എടുക്കാനും ഒക്കെ ആൾ കാണും മോളെ. അതിപ്പോൾ ഈ ചോരത്തിളപ്പവും ദൈവം തന്ന ഈ ഒരു വരദാനമായ മുഖമൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ സോക്കേട് നിനക്കൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി തുണി ഉറിഞ്ഞ് വേണമെങ്കിലും ഏത് പട്ടിക്ക് വേണമെങ്കിലും റീച്ച് ആവാം. പറഞ്ഞു മനസ്സിലായി? അതല്ല വേണ്ടത്. ഒരു മതത്തെയോ അമ്മയോ കൂട്ടിക്കൊടുത്തിട്ടല്ല നമുക്ക് സെലിബ്രേറ്റ് ആവേണ്ടത്. അതിൻ്റെ പേര് വേറെ ഒന്നാണ്. അപ്പോൾ മോൾക്ക് അത് യോജിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിന്റെ കൊണയടി 6ാം ക്ലാസ്സിലെ കൊണയടിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ കൊണയടിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ നീ പഠിക്കാൻ ശ്രമിക്കും. എന്നിട്ട് നീ വാ, എന്നിട്ട് നിനക്ക് അംഗീകരിക്കാം ഞങ്ങൾ. അല്ലാതെ ഈ മാതിരിയുള്ള പേക്കൂത്തുകൾ എടുത്ത് ഫേസ്ബുക്കിനകത്തിട്ട് ഒരു മതത്തെ, നിന്റെ തന്തയെ ആക്ഷേപിച്ചോ, അത് നിന്റെ സ്വാതന്ത്ര്യം. പക്ഷേ ഒരു മതത്തെയോ ഒരു സമൂഹത്തെയോ ആക്ഷേപിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ താങ്ങാൻ കാണും, അറിയാം. പക്ഷേ അത് ശരി